ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. ലോകത്തിൻ്റെ നെറുകയിലെത്തിയിരിക്കുകയാണ് മലയാള സിനിമ, ഒപ്പം മമ്മൂട്ടിയും. പലപ്പോഴായി മലയാള സിനിമകൾ നമ്മളുടെ ലോകത്തിൽ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഞെട്ടിക്കുന്ന പല സിനിമകളും വന്നിട്ടുണ്ട്. അതിൽ നമ്മളുടെ മുഖ്യധാര സിനിമാ നായകന്മാർ ഒരുപാട് പേർ വലിയ സംഭാവനയും നൽകിയിട്ടുണ്ട്. സമീപകാലത്ത് മമ്മൂട്ടിയിൽ നിന്ന് വന്നിരിക്കുന്ന സിനിമകൾ നോക്കിയാൽ ഇതുവരെയുള്ള മലയാള സിനിമയിലെ ഏത് താരത്തിനേക്കാളും ഉയർന്ന ഒരു സ്കോറാണ് നമുക്ക് ഇതിനകത്തിൽ കാണാൻ കഴിയുന്നത്. മമ്മൂട്ടി എന്ന നടൻ അഭിനയകാലം തുടങ്ങി 40-45 വർഷങ്ങൾ കഴിയുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴായി അദ്ദേഹം ഇതേപോലെയുള്ള സംഭാവനകളും നൽകിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായി തുടർച്ചയായി അദ്ദേഹത്തിൽ നിന്ന് വരുന്ന മികച്ച സിനിമകൾ, അത് ലോകോത്തര നിലവാരമുള്ള സിനിമകൾ തന്നെയാണ് വരുന്നതും. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടന മികവ് കൊണ്ട് തന്നെയാണ് എന്നും മലയാള സിനിമ മുന്നിലേക്ക് എത്തുന്നതും. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ 55,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും. ഇവിടെ മമ്മൂട്ടിയിൽ നിന്ന് സമീപകാലത്ത് വന്ന എല്ലാ സിനിമകളും നമ്മളുടെ എല്ലാവരുടെയും നാവിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ തുമ്പിൽ നിൽക്കുന്നത് തന്നെയാണ്. പുഴുവെടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഭ്രമയോഗം, കാതൽ, നൻപകൽ നേരത്ത്, ഇങ്ങനെയുള്ള സിനിമകളെല്ലാം തന്നെ ഓരോരുത്തരെയും വിസ്മയിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ മലയാളികൾക്ക് മാത്രമാണ് ആ ഒരു വിസ്മയത്തിൽ വലിയ സംഭവമല്ലാത്ത, കാരണം സ്ഥിരം കാണുന്നത് കൊണ്ടായിരിക്കാം. പലപ്പോഴും മലയാളിയുടെ ഒരു രീതിയും അങ്ങനെ തന്നെയാണ്. എത്രത്തോളം നല്ല കാര്യങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയിട്ട് അവിടെ ഉള്ളവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെ വലുതാക്കി കാണിക്കും. ഇപ്പം തമിഴിൽ ആരെങ്കിലും അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊക്കിക്കൊണ്ടുവരും. പക്ഷേ ഇവിടെ മലയാളി നടന്മാർ അതിഗംഭീരമായിട്ട് അഭിനയിക്കുമ്പോൾ അതൊന്നും വലിയ വാല്യൂ കാണിക്കില്ല. എന്തിന് ആക്ഷൻ ആണെങ്കിലും സ്റ്റണ്ട് ആണെങ്കിലും രജനീകാന്ത് കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ ചിരഞ്ജീവി കാണിക്കുമ്പോഴോ ഒക്കെ വലിയ സംഭവം. ഇവിടെ മമ്മൂട്ടിയോ മോഹൻലാലോ ബാബുവിനെയൊക്കെ കാണിച്ചാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ചിന്താഗതി. അതും കോമൺ മലയാളി, ഞാനും നിങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന മലയാളികളുടെയാണ്. എന്താണേലും ഭ്രമയുഗം എന്ന സിനിമ ഇംഗ്ലണ്ടിൽ ഫിലിം സ്കൂളിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ, അവിടെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആക്കിയപ്പോൾ അത് നമുക്ക് വലിയ സന്തോഷവും അഭിമാനവും തോന്നിക്കുന്ന ഒരു മുഹൂർത്തം തന്നെയാണ്. എന്നും ഹോളിവുഡ് എന്നുള്ളത് എല്ലാ സിനിമകളുടെയും ഒരു ബുക്കാണ്. ആ ബുക്കിൽ നിന്ന് ഉള്ളത് കോപ്പിയടിക്കൽ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിപ്പോൾ ടോളിവുഡ് ആണെങ്കിലും കോളിവുഡ് ആണെങ്കിലും മോളിവുഡ് ആണെങ്കിലും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് സിനിമകൾ കണ്ട് അതിൽ നിന്നുള്ള കാര്യങ്ങൾ കോപ്പിയടിച്ച് അതിൽ നിന്ന് നമ്മളുടെ രീതിയിലേക്ക് കൊണ്ടുവരുന്നു. അവിടുത്തെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു. അവിടുത്തെ ആക്ടേഴ്സിൻ്റെ ഗ്രേറ്റ് ഫാദറിൽ അഭിനയിച്ചതിന് ആ ഒരു അഭിനയം കണ്ടിട്ട് എത്രത്തോളം, അതിലും ഗംഭീരമായിട്ട് നമ്മളുടെ മലയാളത്തിലുള്ള ഒരുപാട് നടന്മാർ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ അത്രത്തോളം വിശ്വവിഖ്യാതമായിട്ടൊന്നും ആ സിനിമകൾ എത്തിയിട്ടില്ല. എന്തിന് തിലകനും നെടുമുടി വേണുവും പ്രേംജിയും ഒക്കെ അഭിനയിച്ചു പോകുന്ന ഈ ഒരു മലയാള സിനിമയിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവർ. അതിൽ തന്നെ സ്റ്റഡി പെർഫോമൻസോടുകൂടി മമ്മൂട്ടി തന്നെ കുതിക്കുന്ന ഒരു കാഴ്ചയും. ഇതിലെ ഭ്രമയുഗത്തിലെ ആ ഒരു കാര്യം ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെയായിരിക്കണം സിനിമ, ഇങ്ങനെയും സിനിമ എടുക്കാം എന്നുള്ള ഒരു കാര്യം. പണ്ട് ഡ്യുവൽ എന്നുള്ള സിനിമയൊക്കെ കണ്ട് നമ്മൾ കോരിധരിച്ചിട്ടുണ്ട്. ഒരു വലിയ ഒരു ലോറി അല്ലെങ്കിൽ ഒരു ട്രെയിലർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഭീതി, നമ്മൾ തിയേറ്ററിലാണ് ഇരിക്കുന്നതെങ്കിലും എവിടെയോ നമ്മളുടെ തൊട്ട് പിറകെ ആ വണ്ടി ഉണ്ടെന്നുള്ള തോന്നൽ. അതാണ് സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ സിനിമയിൽ നമുക്ക് തോന്നിയ കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ പല സിനിമകളും അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് നമ്മൾ കണ്ട ടൈറ്റാനിക് പോലെയുള്ള ചിത്രങ്ങൾ മലയാളിയുടെ ഹൃദയത്തിലും പോയി. വള്ളം മാത്രം അല്ലെങ്കിൽ കൊച്ചിയിലോ കോഴിക്കോടോ ഒക്കെ ദൂരെ നിന്ന് കപ്പൽ കണ്ടിട്ടുള്ള നമ്മൾ അറിയാതെ ആ ഒരു കപ്പലിലെ യാത്രക്കാരായി. ഒരിക്കൽ പോലും കപ്പൽ തൊട്ടുപോലും കഴിഞ്ഞിട്ടില്ലാത്ത നമ്മൾ ഒരുപാട് പേർ എന്ന് തന്നെ പറയാം. ഇവിടെ മമ്മൂട്ടി പ്രത്യേകതപ്പെടുന്നതും അതുതന്നെയാണ്. ഈ ഒരു കാലത്തിൽ നൻപകൽ നേരത്തോ കാതലോ ഭ്രമയോഗമോ പുഴുവോ അല്ലെങ്കിൽ വേറെ സിനിമകളൊന്നുമല്ല അദ്ദേഹത്തെ അതിഗംഭീരനാക്കുന്നത്. ഇതിനു മുമ്പും പൊന്തന്മാടയോ അങ്ങനെ അംബേദ്കറോ അങ്ങനെയുള്ള മതിലുകളോ ഒക്കെ തുടങ്ങിയ സിനിമകൾ, ഇതെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമകളാണ്. ഇതിലും ഫേമസ് അല്ലാത്ത സിനിമകളിലൂടെയും അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. എന്താണേലും ഇന്ന് ഒരു സ്റ്റഡി മെറ്റീരിയൽ ആകുകയാണ്. എന്നും ഓരോ നടനെ അല്ലെങ്കിൽ ഓരോ ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള നടന്മാരെ കാണുന്നത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. പ്രേം നസീറിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു ഏറ്റവും വലിയ നടൻ. ശരിക്കും മലയാള സിനിമ ഈസിക്കൽ ടു പ്രേം നസീർ തന്നെയായിരുന്നു. 700 മുകളിലുള്ള സിനിമകളിൽ നായകനായി അദ്ദേഹം എത്തുകയും ഇന്നും ആ റെക്കോർഡ് ഇനി ഒരിക്കലും ആരും തകർക്കില്ല എന്ന് ഉറപ്പിക്കുന്ന റെക്കോർഡ് കൂടിയാണ് നായകനായിട്ട് എന്നുള്ള കാര്യം. അതിന് തൊട്ടു മുമ്പ് സത്യൻ മാഷ് ഉണ്ടായിരുന്നു, തിക്കുറിശി സാറുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും വന്ന് അവരുടെയൊക്കെ കാലഘട്ടം മറന്ന് ഇന്നത്തെ ഇന്നത്തെ തലമുറയോ അവരെയൊക്കെ മറന്നുകൊണ്ടുള്ള ഒരു പോക്കിൽ പിന്നീട് സോമൻ, സുകുമാരൻ, ജയൻ അങ്ങനെയുള്ള കാലഘട്ടങ്ങളൊക്കെ വന്നു. അതും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വലിയ വിസ്ഫോടനമായിരുന്നു. വെറും ചെറിയ നാളുകൾ കൊണ്ട് ജയൻ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് മലയാള സിനിമയിൽ ആർക്കും തന്നെ ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുമില്ല. ഇന്നും ജയൻ തന്നെ മുന്നിൽ ലീഡ് ചെയ്ത് പോവുകയാണ്. കാരണം അത്രത്തോളം ഗംഭീരമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസൻസ്. ഇന്ന് ആ ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി ആളുകൾ ചിന്തിച്ച് 80 കഴിഞ്ഞ് 90 കഴിഞ്ഞ് 2020 കഴിഞ്ഞും 2030 എത്തുകയാണ്. ഇവിടെ മമ്മൂട്ടിയുടെ പ്രത്യേകത
ഈ കാലഘട്ടത്തിൽ എപ്പോഴും മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറഞ്ഞ രണ്ട് പേരിലൂടെ മാത്രം നമ്മൾ പോകുന്നു. പിന്നീട് പുതിയ തലമുറയിലുള്ള നടന്മാരിലൊന്നും നമുക്ക് അഭിനയ പ്രാധാന്യമുള്ള സിനിമകളുടെ കാഴ്ച നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവായിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ മമ്മൂട്ടി വ്യത്യസ്തനാവുന്ന ഇനിയൊരു നൂറ്റാണ്ട് കഴിഞ്ഞാലും മലയാള സിനിമ എടുക്കുമ്പോൾ അഭിനയത്തിൻ്റെ കാര്യത്തിൽ മമ്മൂട്ടി തന്നെ എന്നും ഉണ്ടാകുമെന്നുള്ളതാണ്. മോഹൻലാലും ഉണ്ടാകുമില്ല എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഏറിയ പങ്കും മമ്മൂട്ടി എന്ന നടനെ ആയിരിക്കും ആളുകൾ ഒരു സ്റ്റഡി മെറ്റീരിയലായിട്ട് എടുക്കാൻ പോകുന്നത്. ത്രൂ ഔട്ട് കരിയറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നതും അങ്ങനെ തന്നെയായിരിക്കാം. പലപ്പോഴും പല നടന്മാരും അവരുടെ പീക്ക് ലെവലിൽ നല്ല സിനിമകൾ ചെയ്യുകയും പിന്നീട് ഒന്നുമല്ലാതായി പോകുന്നതുമാണ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇവിടെ മമ്മൂട്ടി വ്യത്യസ്തനാകുന്നതും അത് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കളങ്കാവൽ എന്ന സിനിമയുടെ പോസ്റ്റർ പോലും ഒരു സ്റ്റഡി മെറ്റീരിയലായിട്ട് മാറും. ഒരു ക്യാരക്ടറൈസേഷൻ അദ്ദേഹത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മമ്മൂട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തന്നെ നമുക്ക് സ്റ്റഡി ആയിട്ട് ചെയ്യാൻ ഈ ഒരു കാലഘട്ടത്തുമുണ്ട്. ഡയലോഗ് പ്രസൻറ്റേഷൻ, അതൊക്കെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. ഭാഷ കൈകാര്യം ചെയ്യുന്നത്, ഡിഫറൻ്റ് ആയിട്ടുള്ള വോയിസ് മോഡുലേഷൻസിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം സിനിമയിലേക്ക് കൊണ്ടുവരികയും ഓരോ സ്റ്റഡി ആയിട്ട് പോകുന്നു. എന്തിനേറെ പറയാം, നമുക്ക് ഇന്ന് സിനിമയിലേക്ക് അഭിനയിക്കാൻ വരുന്ന ഒട്ടുമിക്ക ആളുകളുടെയും അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യാൻ വരുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിലുള്ള ആദ്യ പിക്ചർ അത് മമ്മൂട്ടിയെക്കുറിച്ചായിരിക്കും. ഒരിക്കലും അതെന്തുകൊണ്ട് ഒരു നടനാവാൻ കൊതിക്കുന്ന എന്നെയും നിങ്ങളിൽ പലരും പോലെയുള്ള ഒരുപാട് പേർക്ക് തോന്നുന്ന ഒരു കാര്യം മമ്മൂട്ടിയെ പോലെയാണ്. കാരണം സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളായിരുന്നു മമ്മൂട്ടി. അഭിനയത്തിൻ്റെ ക്ലാസ്സിൽ പോയിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ ആ ഒരു പാരമ്പര്യത്തിലോ ഒന്നും വന്നല്ല. ഡാൻസോ അല്ലെങ്കിൽ ഗുസ്തിയോ ഇതൊന്നും പഠിച്ചിട്ട് വന്ന, കളരിയും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒന്നും അഭ്യസിക്കാതെ വന്ന സാധാരണക്കാരൻ, നമ്മളെപ്പോലെ സിനിമയെന്ന മോഹത്തിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുന്നു. ഒന്നുമല്ലാത്തൊരുത്തൻ ആദ്യമായി കാണിക്കുന്ന ഒരുപാട് പേർക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും അന്നും പറഞ്ഞിട്ടുണ്ടാകും മങ്കോഷ്ടിയായിരുന്നു അല്ലെങ്കിൽ അത്രത്തോളം മെച്ചമായി ഉണ്ടായില്ല. പക്ഷേ സാധാരണക്കാരായ നമ്മളും എല്ലാം അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് ഉയർന്ന് ഇന്നുള്ള മമ്മൂട്ടിയിലേക്ക് എത്തുമ്പോൾ അയാൾ വന്ന വഴിയിലും അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളിലും നമുക്ക് ഒരു പൂർണ്ണ തൃപ്തി നൽകുന്നതാണ്. കാരണം അയാളിൽ നമ്മൾ കാണുന്നത് നമ്മളെ തന്നെയാണ് എന്നുള്ളതാണ്. ആ രൂപത്തിനുപരി നാളെ നമ്മളെല്ലാവരും കൊതിക്കുന്നത് അതേപോലെ ഒരാളാകണം. കാരണം ഒരു സിനിമ മോഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിയുടെയാണ്. സിനിമയെ ഡയറക്ഷനോ അല്ലെങ്കിൽ കാര്യങ്ങളുമൊക്കെ ആയിട്ട് നടക്കുന്നവർക്ക് ഏറ്റവും അപ്രോച്ച് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരാൾ സാധാരണക്കാരനായ മമ്മൂട്ടി തന്നെയാണ് എന്നുള്ളതാണ്. ഇൻബോൺ ടാലൻ്റ് ഒന്നും അയാളിൽ ഉണ്ടായിരുന്നില്ല. ദൈവികമായി പ്രത്യേകിച്ച് കഴിവുകളൊന്നും തന്നെ അയാൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ കഷ്ടപ്പെട്ട് ഒരു കാര്യത്തിൽ ഇഷ്ടപ്പെട്ട് അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് അയാളിലേക്ക് വഴങ്ങുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണുന്നത്. അത് തന്നെയാണ് നമ്മൾ സാധാരണക്കാർക്കും വേണ്ടത്. സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ പോലെ സാധാരണക്കാരൻ്റെ, അതായത് സിനിമയിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഈ കാലഘട്ടത്തിലുള്ള പൃഥ്വിരാജാണ്. അത് കേരളത്തിലെ സൗന്ദര്യമുള്ള 10% ആളുകൾക്കും ബാക്കിയുള്ള 90% ആളുകൾക്ക് നായകൻ ഞാനാണ് എന്ന് പറഞ്ഞ പോലെ കറക്റ്റല്ലേ അദ്ദേഹം പറഞ്ഞത്. ശരിക്കും അത് ആ രീതിയിൽ തന്നെ പിന്നീട് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും അതിഗംഭീരമായി മാറുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റഡി ഫോക്കസ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാലങ്ങൾ കഴിയുമ്പോഴും മമ്മൂട്ടി, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാലും നമുക്ക് കാണാം മമ്മൂട്ടി തന്നെയായിരിക്കും ഇന്ത്യൻ സിനിമയിലല്ല ലോക സിനിമയിൽ. നമ്മളിന്ന് ഇംഗ്ലീഷ് സിനിമയിലുള്ള പലരെയും ഒരു സ്റ്റഡി മെറ്റീരിയലായിട്ട് എടുക്കുന്ന പോലെ തന്നെ മമ്മൂട്ടി ഒരു സ്റ്റഡി മെറ്റീരിയലായി ലോക സിനിമയിൽ ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. നിങ്ങൾക്ക് കമൻസൊക്കെ ഒന്ന് രേഖപ്പെടുത്താം. എന്താണെങ്കിലും ലോകത്തിൻ്റെ നെറുകയിലെത്തിയിരിക്കുന്നു മമ്മൂട്ടി. ഒപ്പം മലയാള സിനിമയും ഇനിയും അത് തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം മമ്മൂട്ടിയുടെ അഭിനയത്തിൻ്റെ ആ മികവ് തുടങ്ങിയിട്ടേ ഉള്ളൂ. 10% പോലും മമ്മൂട്ടി എത്തിയിട്ടില്ല. ഇനിയും കിടക്കുന്നുണ്ട് 90%. ആ റേഞ്ചിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ എല്ലാ സിനിമകളുടെയും എല്ലാ ഫോർമാറ്റിലുള്ള സിനിമകളുടെയും ഒരു സ്റ്റഡി പൂർണ്ണമായിട്ടുള്ള ഒരു കോപ്പി ബുക്കായി മാറും മമ്മൂട്ടി എന്ന നമ്മളുടെ പ്രിയങ്കരനായ മമ്മൂക്ക. കാത്തിരിക്കുക നമ്മുടെ വീഡിയോസിനായി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗ്രേറ്റ് മീഡിയാസ്.